തൊപ്പിയുടെ ഗ്യാങ്ങിലെ ആദിൽ, ജാസി, പിന്നെ മമ്മു ഇവര് പിടിച്ചൊരു വള്ളി റെയിൽവേ സ്റ്റേഷനിൽ. കാണിച്ചു തരാം. അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. എന്റെ പ്രൂഫ് കിട്ടിയാ എനിക്ക് നീ കാണിച്ചിട്ട് സാധനം കിട്ടിയാ അന്റെ പ്രൂഫ് കൊണ്ടപ്പോയി സാറേ മുഖം കിട്ടാൻ വേണ്ടിട്ട് ഫേമസ് ആകാൻ വേണ്ടിട്ട് വരില്ല. അതിന് നീയടാ ഞാൻ ഒരു വലിയ സംഭവ. ഓക്കെ ഫേമസ് ആണ് എന്റെ അടുക്ക് ഒന്നും പറ്റില്ല. വേഗം എടുത്ത് അവിടെ എന്റെ അടുത്ത് കളിക്കരുത്, ഞാൻ ഗുലാന്റെ ആളാ. ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്. അല്ലല്ല മുഖം കാണിക്കല. അയ്യോ പോലീസാണ് മുഖം കാണിക്കലടാ. വക്കീലാണ് മുഖം കാണിച്ചു തന്നാ മുഖം കാണിച്ചു തന്നാ കുഴപ്പമില്ല. ചവിട്ടിന് ഞാൻ നിന്റെ ഡിഷ് പുറത്തെടുത്ത് ഇന്നത്തോടെ നിർത്തുന്ന സംപ്രേഷണം പന്നി. സാറേ വേണേ പൈസ വേല വേണമെങ്കിൽ വന്നു. കമൺ കമൺ എവരിബഡി. സാറിനോട് നമുക്ക് ആദ്യം റെസ്പെക്ട് ശരിക്കും നമ്മളൊരു നിങ്ങൾക്ക് എന്റെ പ്രശ്നം എന്താണെന്നറിയോ? എന്താണോ തിന്നട്ടെല്ലിന്റെ കുത്തൽ. അടി കീറിയിട്ട് തന്നെയല്ലോ ഓൾറെഡി. ഓടി 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 എങ്ങനെ ഇരിക്കണം? നിനക്കൊക്കെ പ്രാന്താണ്. തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. പോലെ സാറേ ആ പ്രൂഫ് ഒന്ന് കാണിച്ചാ. സാറേ വേഗം വാച്ചിങ് കൂടി മോശം വാച്ചിന് കൂടിയിട്ടാ ഫേസ് വാല്യൂ വേണ്ടേ. രാജിയെന്നും കൈ നീട്ടിയൊന്ന് തന്നാലുണ്ടല്ല നീ രണ്ടിനും കൂടി ഒന്നിച്ചു പോകും. കാരണത്തിനാല് പെട കൊള്ളാത്തതിന്റെ വിവരക്കെടാതാണ് ഈ പറയുന്നത്. എന്താ ഈ ആൾക്ക് ഫേമസ് ഒന്നാണ്. എന്താണ് ഇത് അവസ്ഥ? ഇതെന്തിടെ നടക്കുന്നത്? ഇപ്പൊ പോയി അക്രമം ഞാൻ പോർക്കില്ല മാത്തൂട്ടി ചായ. നീയാണല്ലോ കോടതി. ടീച്ചർ ഇന്നോട് എന്തെല്ലാം ചോദിച്ചത്? എന്താ മെഡിക്കൽ എടുക്കാനാ? മെഡിക്കൽ വെറും മറ്റടുത്ത ചോദ്യമാണ് ചെക്കനോട് ചോദിച്ചത്. ഞാൻ ഒരൊറ്റ പെട വെച്ചെന്നാലുണ്ടല്ലോ. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. അതിവനില്ല. മുത്ത എന്താണ് ചങ്ങാന്റെ പേര്? കൃഷ്ണകുമാരാ. മുത്തിങ്ങോ തൂറി മെഴുകിയിട്ടാണുള്ളതൊക്കെ പേടിച്ച് തൂറി മെഴുകിയിട്ടാണുള്ളത്. ഒന്നും വിളിച്ചിട്ട് വരുന്നില്ല. മിസ്റ്റർ പ്രഭാകർ, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഓ വാ ഇതൊക്കെ കാരക്കല്ലാറ്റ് എല്ലാം സ്പ്രേ ഉണ്ടെങ്കിലും എടുത്തോട്ടെ. അടിച്ചോ അത്ര അടിച്ചോ. അഭ്യാസം എടുത്തോണ്ടല്ല അല്ല ഒരു അബദ്ധം പറ്റിയതാ. കളിക്കല്ലേ. നമ്മളിപ്പോ സ്റ്റേഷനിലാണ് ഫ്ലൈറ്റ് തിന്നതാ. എന്ത് വർത്താനം ചെക്കനോട്? അല്ലല്ല ഓനോട് ചോദിക്കണ്ടേ? എടാ, നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി. അല്ല നീ എന്നാ പറ. പ്രൂഫ് അപരാധിച്ച ഭർത്താനാണോ നിങ്ങൾ? എന്താ പേര് നോക്കട്ടെ. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. സാറിന്റെ ഇവനെ ഈ മൈനർ എന്ന് പറഞ്ഞ വ്യക്തിനെ അടിക്കാൻ നോക്കിയത് ഒരു മര്യാദ ഇല്ലാത്തമാരാ. ഒരു മര്യാദ ഇല്ലാത്ത ആൾക്കാരാണെന്ന്. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. എവിടെ പോന്ന്? അവിടെ ചോറ് കൊടുക്കുന്നുണ്ടാ? നേരത്തെ ചോറ് കൊടുക്കുന്നുണ്ടാ സ്റ്റേഷനിൽ പോണ പോലും. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. താൻ ആരുവാ? തനിക്കൊരു വിചാരമുണ്ട് താൻ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താൻ ഒരു പുല്ലുമല്ല. അടിക്കണ്ടേ എന്താ അറിയേണ്ടത്? ഡ്രഗ്സ് അടിച്ചിനോ? ചുമ്മാ നീ എന്റെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിക്കും. ചില എംബോക്കികൾ അഭിനയിക്കുന്ന ക്രിമിനൽ സീരിയൽ കണ്ടിട്ടാണ് നീയൊക്കെ ഇങ്ങനെയായത്. ഇവർ ഈ മണ്ടത്തരം കാണിച്ചു കൂട്ടുന്ന ഒരു അളവും ഇല്ലാതായി പോയല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. പൊന്നെ മമ്മു വന്നത് മുതൽ മമ്മു കാണിച്ചു കൂട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ലൈവിനകത്ത്. വേണ്ടത് അവന് ഒരു ബിഹേവിയർ ഇഷ്യൂ എവിടെ ഉണ്ട്. എവിടെ ആരോട് എന്ത് പറയണം എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലാത്ത ഒരു എന്താ പറയാ, എവിടെ പോണ വള്ളിയും പിടിച്ച് തലയിൽ വെക്കുന്ന രീതിയിലുള്ള ഒരു അഴുക്കച്ചെറുക്കൻ തന്തേക്കാൾ മോശം.